പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശുബുക്കോനോ ദിനം. ഇന്നലെ നോമ്പിൻ്റെ ഒന്നാം ഞായറിലെ തിരുവചന ധ്യാനത്തിലൂടെ നാം നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചു. രണ്ടാം ദിവസമായ ഇന്ന് വിശ്വാസി സകല മനുഷ്യരോടും ക്ഷമിക്കുകയും എല്ലാവരും തന്നോട് ക്ഷമിക്കാനായി മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്ന ശുബുക്കോനോ ദിനമാണ്. നോമ്പിൻ്റെ ലക്ഷ്യത്തെയും പ്രാധാന്യത്തെയും കുറിച്ചുള്ള ശരിയായ ബോധ്യത്തോടെ ദൈവത്തോടും തന്നോട് തന്നെയും പരസ്പരവും രമ്യതയിലായി യഥാർത്ഥ സമാധാനത്തോടെ നാം നോമ്പിലേക്ക് പ്രവേശിക്കണം. ഈ ശുബുക്കോനോ ദിനത്തിൽ നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ എഫേസ്യർക്കെഴുതിയ ലേഖനം 4:22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ 7 പ്രധാന സന്ദേശങ്ങളാണ് നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകുന്നത്. 1. മാമോദീസായിലൂടെ പുതിയ മനുഷ്യനെ ധരിച്ച് ക്രിസ്തുവിൽ നവജീവിതം ആരംഭിച്ചവരുടെ ധാർമ്മികതയും ജീവിതശൈലിയും എപ്രകാരമായിരിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് ഈ തിരുവചന ഭാഗത്ത്. 2. നാം വ്യാജം വെടിഞ്ഞ് പരസ്പരം സത്യം സംസാരിക്കണം. 3. കോപം പാപകരമാക്കി സാത്താന് നമ്മിൽ അവസരം കൊടുക്കരുത്. കോപിച്ചു പോയാലും അത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കരുത്. എത്രയും വേഗം രമ്യപ്പെടണം. 4. ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ വേണ്ടി പോലും ക്രിസ്തുശിഷ്യർ മോഷ്ടിക്കരുത്. പകരം സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി അധ്വാനിച്ച് സമ്പാദിക്കണം. 5. ക്രിസ്തുവിശ്വാസികളുടെ അധരങ്ങളിൽ നിന്ന് തിന്മകരമായ ഒരു വാക്കുപോലും പുറപ്പെടരുത്. പകരം കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പകരുന്ന നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായി സംസാരിക്കണം. 6. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന വിദ്വേഷവും കോപവും എല്ലാത്തരം തിന്മകളും വെടിഞ്ഞ് ക്രിസ്തുവിൽ നവജീവിതം നയിക്കണം. 7. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിച്ച് കരുണയോടും ഹൃദയ ആർദ്രതയോടും കൂടെ പെരുമാറണം. ശുബുക്കോനോയുടെ ഈ ദിനത്തിൽ നമ്മൾ വർജിക്കേണ്ട തിന്മകളും അഭ്യസിക്കേണ്ട പുണ്യവും ആണ് ഈ ലേഖന ഭാഗം വ്യക്തമാക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഉപവാസത്തെയും മരുഭൂമിയിലെ പരീക്ഷയെയും വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തോടൊത്തുള്ള മോശയുടെ 40 ദിവസത്തെ ഉപവാസവും ഏലിയായുടെ 40 ദിവസത്തെ മരുഭൂയാത്രയെയും കർത്താവ് നൽകിയ മന്നയ്ക്കെതിരെ പെറുപെറുക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിച്ച് കാളക്കുട്ടിയെ ആരാധിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ സംഭവത്തോടും ബന്ധപ്പെടുത്തി നാം ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ഉപവാസത്തെ മനസ്സിലാക്കണം. ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ദൈവമായ കർത്താവ് അനുവദിക്കുമോ? യേശുവിനെ പരീക്ഷിക്കാൻ അനുവദിച്ചെങ്കിൽ തീർച്ചയായും വിശ്വാസത്തിൽ വളർന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വസ്തതയും പ്രതിജ്ഞാബദ്ധതയുമൊക്കെ തെളിയിക്കുന്നതിനുള്ള അവസരങ്ങളായി നമ്മെയും പരീക്ഷിക്കാൻ ദൈവം അനുവദിച്ചെന്നു വരാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പിശാചിൻ്റെ പരീക്ഷകളെല്ലാം ദൈവം അനുവദിച്ചു ഉണ്ടാകുന്നതാണെന്ന് പറയാനാവില്ല. പലപ്പോഴും നമ്മുടെ തിന്മ പ്രവൃത്തികളും തെറ്റായ മനോഭാവങ്ങളും അധാർമികമായ ജീവിതവും മൂലം നാം തന്നെ സാത്താനെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്.
യേശുവിൻ്റെ പ്രലോഭനങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള വിവിധ തരത്തിലെ തിന്മകളാണ്. ഹൃദയം, ആത്മാവ്, ശക്തി എന്നീ പദങ്ങളുടെ അർത്ഥത്തിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ 3 പ്രലോഭനങ്ങളെയും നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഹൃദയത്തെ അന്നത്തെ റബ്ബിമാർ മനസ്സിലാക്കിയിരുന്നത് വികാരങ്ങളുടെ ഇരിപ്പിടമായിട്ടാണ്. മനുഷ്യനിൽ സ്നേഹം, വെറുപ്പ് എന്നീ 2 അടിസ്ഥാന വികാരങ്ങളാണുള്ളത്. മനുഷ്യൻ തിന്മയെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവ തിരുമനസ് നിറവേറ്റുകയും ചെയ്യണം. ഇതാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്മാവ് ജീവന്റെ പ്രതീകമാണ്. ബുദ്ധിശക്തി, ഇച്ഛാശക്തി, ഓർമ്മശക്തി എന്നിവയാണ് ആത്മാവിൻ്റെ കഴിവുകൾ. അതിനാൽ പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ജീവൻ ബലി കഴിച്ചു പോലും ദൈവത്തെ സ്നേഹിക്കണമെന്നും നമ്മുടെ ബുദ്ധിശക്തി മുഴുവൻ ദൈവത്തെ അറിയുന്നതിനും ദൈവത്തെ സ്മരിക്കുന്നതിനും ഇച്ഛാശക്തി ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിനും വിനിയോഗിക്കണമെന്നർത്ഥം. ശക്തി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എല്ലാവിധ സമ്പത്തും ആരോഗ്യവും അധികാരവും സ്ഥാനമാനങ്ങളുമാണ്. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ഇവയെല്ലാം ദൈവമഹത്വത്തിനും ദൈവ ശുശ്രൂഷയ്ക്കുമായി വിനിയോഗിക്കണം എന്നർത്ഥം. യേശുവിൻ്റെ 1ാമത്തെ പ്രലോഭനം കല്ലപ്പമാക്കി ഭക്ഷിച്ച് സ്വന്തം വിശപ്പടക്കാനായിരുന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക. എന്താണ് ഈ പ്രലോഭനത്തിന്റെ അർത്ഥം? രക്ഷയുടെ ശിലയാകേണ്ടവനെ തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് സ്വന്തം അപ്പത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള പ്രലോഭനമാണിത്. യേശു പ്രലോഭിപ്പിക്കപ്പെട്ടുവെങ്കിലും ആദി മാതാപിതാക്കളെ പോലെ പരാജിതനായില്ല. നിയമാവർത്തനം 8:3 ഉദ്ധരിച്ചുകൊണ്ട് യേശു പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായി 4:4. യേശുവിന്റെ 2ാമത്തെ പ്രലോഭനം വിശുദ്ധ നഗരിയിൽ വെച്ചായിരുന്നു. പിശാച് യേശുവിനെ ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് സങ്കീർത്തനം 91:11-12 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. മത്തായി 4:6. പിശാചും ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശുവിനെ സമീപിച്ചതെങ്കിലും നിയമാവർത്തനം 6:16 ഉദ്ധരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള 2ാമത്തെ പ്രലോഭനവും യേശു ജയിച്ചു. പിശാച് വീണ്ടും യേശുവിനെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. മത്തായി 4:9. യേശുവിൻ്റെ ഈ പരീക്ഷ സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന ദൈവകൽപ്പനയ്ക്ക് എതിരായിട്ടാണ്. യേശുവിൻ്റെ ഈ പരീക്ഷകൾ നോമ്പുകാലത്ത് പരീക്ഷകളെ ജയിച്ചു മുന്നേറാനും ബലഹീനതകളെ ചെറുത്തു നിൽക്കാനും നമ്മെ സഹായിക്കും. നോമ്പുകാലം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം പ്രലോഭനങ്ങളെ ജയിച്ചു മുന്നേറുന്നതിന് യേശുവിൻ്റെ ഈ മാതൃക നമ്മെ സഹായിക്കും. യേശുവിൻ്റെ മാതൃക നമുക്ക് ചൈതന്യവും വഴികാട്ടിയുമാണ്. തിന്മയുടെ വഴികൾ വെടിഞ്ഞ് ജീവിത നവീകരണത്തിലേക്ക് കടന്നു വരുന്നതിനും പ്രലോഭനങ്ങളെ ജയിച്ചു മുന്നേറുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.